അയ്യോ, നിങ്ങൾ ആരുടെ ആവശ്യമില്ല. ഞാനും ശ്രീകരട്ടനും മതി. നിങ്ങൾ ജസ്റ്റ് ഓഡിയൻസ് ആയിട്ട് ഇരുന്നാ മതി. നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വെരി സിമ്പിൾ രാധച്ചേട്ടാ. ജനങ്ങളുടെയൊക്കെ മുമ്പില് ശ്രീകരട്ടൻ ശിവനായിട്ടും ഞാൻ പാർവതിയായിട്ടും പ്രത്യക്ഷപ്പെടണം. അപ്പോ ഗംഗയാരാ? ആവനിയോ? പറ. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാ. ഞങ്ങൾക്കിടയിൽ ആവനി എന്തിനാ? ഗംഗ പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അത് പുരാണങ്ങളിൽ അങ്ങനെയായിരിക്കും. ഞങ്ങൾക്കിടയിൽ ആവശ്യമില്ല. ശ്രീകരേട്ടൻ, ഏട്ടൻ ഓക്കെ അല്ലേ? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അത് പുണ്യാണെന്നൊക്കെയല്ലേ സ്വാമി പറയുന്നേ. നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയല്ലേ. വയ്യെന്ന് പറയല്ലേ. നീ എന്നെ ഫോഴ്സ് ചെയ്യരുത്. ശിവരാത്രിയുടെ അന്ന് ശിവന്റെ മുമ്പിൽ വെച്ച് ശിവപാർവതിയായിട്ട് അഭിനയിക്കുന്നത് ചെറിയ കാര്യമാണെന്നാണോ കരുതിയേ? വലിയ പുണ്യം ചെയ്തവർക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യമൊക്കെ ലഭിക്കുള്ളൂ. ശരിയല്ലേ സ്വാമി ഞാൻ പറഞ്ഞേ? വളരെ ശരിയാ മോനെ. ആ കുഞ്ഞു പറഞ്ഞത് 100% സത്യ. അമ്മയും കൂടി ഒന്ന് പറഞ്ഞു നോക്കമ്മേ. നിനക്ക് പറ്റില്ലേ ശ്രീകർ? നിഹാരിക പറയുന്നത് നല്ലതിനു വേണ്ടിയല്ലേ? അമ്മേ, അതല്ല അമ്മേ. നീ ഒന്നും പറയണ്ട. നിഹാരിക പറയുന്ന പോലെ ചെയ്യേ. ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്തിട്ട് നാളെ സ്റ്റേജിൽ കയറുമ്പോ അതൊരു ബുദ്ധിമുട്ടാവില്ലേ അങ്കിൾ? ആ കഥാപാത്രമായി മാറിക്കഴിഞ്ഞാ ബാക്കിയെല്ലാം ആ ശിവഭഗവാൻ നോക്കിക്കോളും മോളെ. വാസ്തവാണ് പറഞ്ഞേ. മോളെ, നിങ്ങൾ ഏത് ഭാഗമാണ് ചെയ്യാൻ പോണേന്ന് ആദ്യം തന്നെ ഞങ്ങളോടൊന്ന് പറയണം. ഞാൻ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് പറയാം സ്വാമി. ആയിക്കോട്ടെ മോളെ. എന്നാ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ അത്? അതില് അവനെയും കൂടെ വേണം. അവൻ എന്തിനാ? ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ഇല്ലെങ്കിലും വളരെ നന്നായിരിക്കും. എന്താന്ന് വെച്ചാ ശിവന്റെ ഭാര്യ ഒരാള് മാത്രം. 2 പേര് മാത്രമല്ലാതെ ഒരാളും കൂടെ നാടകത്തിനുണ്ടെങ്കിൽ നല്ലതല്ലേ? ശ്രീകറൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച പോലുണ്ട്. നാടകത്തിൽ അവനില്ലെങ്കിൽ മേക്കപ്പ് പോലും ചെയ്യാതെ അവൻ മുങ്ങും. പിന്നെയല്ല നിന്റെ ഇഷ്ടം. അത് ഉറപ്പാ. നീ ആഗ്രഹിക്കുന്ന പോലല്ല സംഭവിക്കണമെങ്കിൽ ആ പ്ലേയില് ആവനിക്ക് വേണ്ടി ഒരു ക്യാരക്ടർ ഉണ്ടാക്കണം. അവനെയും കൂടെ ഉണ്ടെങ്കിൽ നന്നാവും മോളെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങള് രണ്ടുപേരും ഈ വീടിന്റെ കണ്ണുകൾ പോലെയാണെന്ന് അമ്മ എപ്പോഴും പറയാറുള്ളതല്ലേ. അമ്മ പറഞ്ഞാ പിന്നെ എങ്ങനെ എതിർക്ക? അങ്ങനെ തന്നെ ചെയ്യാം. എന്ത് പറയുന്നു അവനി? എനിക്ക് നിന്നെ പോലെയോ ആന്റിയെ പോലെയോ ജാതകത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല. പക്ഷെ ഇതിനുള്ള ശക്തി എനിക്കുണ്ട്. ഞാൻ റെഡി. എന്നാ നാടകം ഫിക്സ് ചെയ്തോ സ്വാമി? അപ്പോ നാളെ ശിവരാത്രിക്ക് നിന്ന് കത്തുവന്ന് സാരം. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അപ്പൊ ഇറങ്ങിക്കോട്ടെ. ശരി തിരുമേനി. എങ്കിൽ പറഞ്ഞ പോലെ. ശരി. ശരി. നാളെ അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സമാധാനമായിട്ട് കാര്യക്രമങ്ങൾ തീർത്തിട്ട് വരണം കേട്ടോ. അങ്ങനെ ഈ വീട് ഉർവശി തിയേറ്ററായിരുന്നു സാരം. നിഹാരിക വെറുതെ ഒന്നും സമ്മതിക്കില്ല. സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് അർത്ഥം. ആഹാ, പറയാതിരിക്കാൻ വയ്യ. നിഹാരികയ്ക്ക് നല്ലൊരു കൈപ്പുണ്യമുണ്ട്. പടവലങ്ങാത്തോരൻ അടിപൊളിയായിട്ടുണ്ട്. ഇത് പടവലങ്ങയല്ല, ചൊരക്കയാ. ആണോ? എനിക്കിത് കഴിച്ചിട്ട് പടവലങ്ങ പോലെ തന്നെയുണ്ട്. ഉപ്പും കർപ്പൂരം തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവർക്ക് അങ്ങനെയൊക്കെ തോന്നു വളിയാ. ഒന്നും മിണ്ടാതെ കഴിക്കടാ. എന്നോടൊപ്പം എന്റെ തുല്യ സ്ഥാനത്തിരുന്ന് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അവനിക്ക് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം.
അതെ അമ്മേ. പറ മോളെ. എന്റെയും ശ്രീകരേട്ടന്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും. അക്കാര്യത്തിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് മുഴുവൻ ആവനിയെ കുറിച്ച്. ആവിനെ കുറിച്ച് നീ എന്താ ആലോചിക്കുന്നെ? ഈ പ്രായത്തില് കല്യാണം കഴിഞ്ഞ് 1-2 കുട്ടികളാവേണ്ട ഒരു പെണ്ണ് ഇങ്ങനെ എത്ര കാലമാ പുറത്തുള്ള ഓരോ വീട്ടിലുമായിട്ട് അഭയാർത്ഥിയെ പോലെ ഇങ്ങനെ കല്യാണം പോലും കഴിക്കാണ്ട് നിൽക്കുന്നെ? അതൊന്നും ഓർത്ത് തൽക്കാലം നീ വിഷമിക്കണ്ട. നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. കീറിപ്പോയ നോട്ടും പ്രായം കഴിഞ്ഞ പെണ്ണിനെയും ഒരാളും എടുക്കില്ലെന്നാ നിഹാരിക പറഞ്ഞത്. അല്ലേ മോളെ നിഹാരികെ? അതെ ചേച്ചി. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന നിന്റെ ഈ മനസ്സിന് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നു നിഹാരിക. ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് നമ്മൾ കാരണമായ അതിന്റെ പുണ്യം ഒന്ന് വേറെ തന്നെയല്ലേ പൃഥ്വിരാജ് ചേട്ടാ? പിന്നെ കറക്റ്റാ അത്. അമ്മ എന്താ ഇതിനെപ്പറ്റി പറയാത്തെ? നിങ്ങളുടെ കല്യാണത്തിനൊപ്പം ആവണിക്കും ഒരു നല്ല ആലോചന നോക്കി കല്യാണം നടത്തണമെന്ന് ഞാനും നിങ്ങളുടെ അച്ഛനും എത്രയോ നാളായിട്ട് ആഗ്രഹിക്കാം മോളെ. ഓ, അമ്മ ഓൾറെഡി അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടല്ലേ? റിയലി ഗ്രേറ്റ്. മുമ്പ് നിങ്ങളെല്ലാരും പല വിധത്തിൽ നോക്കിയിട്ടും ആവനി വേണ്ടാന്ന് പറഞ്ഞതല്ലേ? എപ്പോഴും ഒരുപോലെ ആയിരിക്കൂ. അവൾക്കൊരു ജീവിതം വേണ്ടടാ. ആവൻ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഇറങ്ങി പോണോന്നാ ആ സുജാത പറഞ്ഞത്. നിങ്ങളും അതുപോലെ തന്നെ വാഗ്ദാനം കൊടുത്തു. ചെറുക്കനെ അന്വേഷിക്കുന്നതൊന്ന് സ്ട്രോങ് ആക്കിയാലല്ലേ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നടക്കുള്ളൂ. ലാസ്റ്റ് ടൈമും അതെ, ഒരാലോചന അവസാനം വരെ എത്തി മുടങ്ങിപ്പോയി. ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇപ്പൊ അവള് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയേനെ. നിങ്ങളുടെ പ്രശ്നം എന്റെ കല്യാണമാണോ അതോ ഞാൻ ഒരുപാട് കാലം ഈ വീട്ടിൽ നിന്നു പോകുന്നുള്ള പേടിയാണോ? നിനക്ക് എന്ത് തോന്നുന്നോ അതാ. ആവനിയുടെ കല്യാണക്കാരി ഇപ്പൊ എടുത്തിട്ട് എന്തിനാ? അല്ല, അവളുടെ കല്യാണത്തിന് എന്തിനാ ഇത്ര തിടുക്കം? തിടുക്കം എന്തിനാണെന്നോ? ആവനി ഇപ്പോഴും തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞാന്ന് കരുതിയോ? അതോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എന്താടാ നീ പറഞ്ഞോണ്ടിരിക്കുന്നെ? കല്യാണപ്രായം ആയവൾക്ക്. അളിയന്റെ കണ്ണില് ആവണി ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ദേവി ഇതെന്റെ കല്യാണത്തിന്റെ കാര്യം ഇവിടെ ചർച്ച ചെയ്യരുത്. സംഭവിക്കാനുള്ളതൊക്കെ സമയമാകുമ്പോ സംഭവിച്ചോളൂ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാവനി? ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെ അല്ലേ നീ? നിന്റെ കല്യാണം നടത്താനുള്ള ബാധ്യത ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ജീവിതകാലം മുഴുവൻ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. ആരേത് വീട്ടിൽ ശാശ്വതമായിട്ടുണ്ടാകൂന്ന് ആ ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും നിഹാരിക. നീ എന്റെ കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട. അമ്മേ, ആവനി എങ്ങനെയൊക്കെ പറയെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. പറയും മോളെ. ഞങ്ങളുടേത് ജാതകത്താൽ തീരുമാനിക്കപ്പെട്ട ബന്ധമാ. ഞങ്ങളുടെ കല്യാണത്തിന് വളരെ നല്ലൊരു മുഹൂർത്തം തന്നെ കണ്ടുപിടിക്കണം. ആവനിയുടെ കല്യാണത്തിന് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞങ്ങളെക്കാൾ മുമ്പൊരു മുഹൂർത്തം ഉണ്ടെങ്കിൽ അത് നോക്കിയാ പോരെ? ആയിക്കോട്ടെ മോളെ. പണിക്കരോട് ചോദിച്ചു നോക്കാം. മുഹൂർത്തം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ആവനിയുടെ കല്യാണവും നമുക്ക് നടത്താം. എന്തിനാ അമ്മ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നേ? ആവണിയുടെ കല്യാണത്തെ പറ്റി പറയുമ്പോ നിനക്കെന്താ വല്ലാത്തൊരു ബുദ്ധിമുട്ടളിയാ? ആവനിയുടെ കല്യാണത്തിനുള്ള മുഹൂർത്തം കിട്ടിയാ പിന്നെ ഒട്ടും വൈകില്ല. ഇനി ഇതിനെ കുറിച്ച് സംസാരിച്ചിരിക്കാതെ ഭക്ഷണം കഴിക്കാൻ നോക്ക്. എന്നെ പെടുത്തിയതാണല്ലേ? എന്നാ നീ ഇനിയൊന്ന് ഒരുങ്ങിയിരുന്നു.
നീ ചെയ്യുന്നതൊക്കെ കാണുമ്പോ നിനക്ക് ശ്രീകരേട്ടനെ സ്വന്തമാക്കാൻ വലിയ ആഗ്രഹമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വച്ചാ, നിനക്ക് ശ്രീകരേട്ടനോടുള്ള ആഗ്രഹം ഒഴിവാക്കുന്നതാ എല്ലാ വിധത്തിലും നല്ലത്. കേട്ടില്ലേ? നിൽക്കാവനി. എന്താ വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലേ? നീ രക്ഷപ്പെടുമെന്ന് കരുതിയോ? എത്രയും പെട്ടെന്ന് ഞാൻ തന്നെ മുൻകൈ എടുത്ത് നല്ലൊരു മുഹൂർത്തം അങ്ങ് ക്രിയേറ്റ് ചെയ്യും. നിന്റെ കല്യാണം നടത്തി നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും. എന്നാ പിന്നെ നീ അതിനുള്ള കാര്യങ്ങൾ നോക്ക്, കാണാം. ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ ചലഞ്ചിന് ഞാൻ വിജയിച്ചതുപോലെയാകും. നിന്നെ പോലെ ഒരാൾക്ക് വിജയം നേടുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. പകൽക്കിനാവ് കാണല്ലേ? അമ്മയുടെ തലയില് നിന്റെ കല്യാണക്കാര്യം നന്നായിട്ട് ഞാൻ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നീ പുറത്തു പോവും. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് റെഡി ആയിട്ടിരുന്നു. ABCDF. എന്താ പറഞ്ഞേ? ABCDF എന്ന്. ഒരു ബന്ധവും ഇല്ലാതെ ഇപ്പൊ എന്തിനാ അത് പറഞ്ഞേ? ചുമ്മാ പറഞ്ഞതാ. ABCD എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിച്ചതല്ലേ? ABCDF പിന്നെ പറയുന്നോ? അപ്പോ അതെന്തെങ്കിലും കോഡ് ലാംഗ്വേജ് ആണോ? ഒരുപാട് വലിയ വലിയ സ്ഥലങ്ങളിൽ പോയി പഠിച്ചതല്ലേ? കണ്ടുപിടിച്ചോ? പറയുന്നുണ്ടോ ഇല്ലയോ? പറയുന്നില്ല. മര്യാദയ്ക്ക് പറഞ്ഞോ. പറയുന്നില്ല എന്ന് പറഞ്ഞാ പറയുന്നില്ല. ഉറപ്പായി അതെന്തോ കോഡ് ലാംഗ്വേജാ. പറയുന്നതാ നിനക്ക് നല്ലത്. നീ എന്ത് ചെയ്യും? എന്തു പറ്റി മോളെ? എന്തോ സംസാരിച്ച് നിങ്ങൾ വഴക്കായെന്ന് തോന്നുന്നു. കോഡ് ലാംഗ്വേജില് എന്നെ എന്തൊക്കെയോ പറയുന്നമ്മേ. കോഡ് ലാംഗ്വേജിലോ? എന്താണ് പറഞ്ഞത്? എനിക്ക് 5 ഭാഷകൾ അറിയാം, ഞാൻ കണ്ടുപിടിച്ചോളാം. ചേട്ടൻ അത് ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. എന്താണെന്ന് പറയൂ നിഹാരിക. ABCDF എന്ന്. ABCDF എന്നോ? അതെ പൃഥ്വിരാജ് ചേട്ടാ. അതേത് കോഡ് ഭാഷ? ആവനി എന്താ പറഞ്ഞ? നീ എന്താ കേട്ടെ? അല്ല, അതാ പറഞ്ഞേ. അതെന്തിനാ അവൾ അങ്ങനെ പറയുന്നേ? ശരിക്കും എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? ആവനി നല്ലത് എന്തെങ്കിലും പറഞ്ഞാലും എപ്പോഴും നിഹാരിക നെഗറ്റീവായി അത് എടുക്കുള്ളൂ. ശരിക്കും ആവനി എന്താ പറഞ്ഞെന്ന് അവളോട് തന്നെ നേരിട്ട് ചോദിച്ചൂടെ? എന്താ പറഞ്ഞു മോളെ? ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ നിഹാരിക ചോദിച്ച ചോദ്യത്തിന് ഞാനൊരു ഉത്തരം പറഞ്ഞതാ. നിഹാരിക എന്താ പറഞ്ഞു? നാളെ ശിവരാത്രിയല്ലേ, അഗ്നികുണ്ഡത്തിലൂടെ അവള് നടന്നോളാന്ന് പറഞ്ഞു. നീ തീക്കുണത്തിൽ മേൽക്കൂടെ നടക്കുന്നോ? ഉള്ളതാണോ നിഹാരിക? അമ്മ, അത് ഞാനൊന്ന് പറഞ്ഞ് മുഴുവനാക്കട്ടെ നിഹാരിക. ശ്രീകർ സാറിന്റെ ആരോഗ്യത്തിനു വേണ്ടിയും അദ്ദേഹത്തിന് ഒരു കുഴപ്പം ഉണ്ടാവാതിരിക്കാനും വേണ്ടി നേർന്നതാണത്രേ. ആണോ മോളെ? ഭർത്താവാകുന്ന ആളോട് എന്ത് സ്നേഹ നിനക്ക്? അയ്യോ, പറഞ്ഞു കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞോളാം, നീ നിക്ക് നിഹാരിക. അഗ്നികുണ്ഡത്തിലൂടെ നടക്കുന്നത് വളരെ പ്രയാസമാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ നടന്നോളാന്ന് പറഞ്ഞു. തീക്കനലിലൂടെ നടക്കുന്നതേ അതൊരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം അറിഞ്ഞിട്ട് പോലും അവള് നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ലമ്മേ. നിഹാരിക, താൻ ശരിക്കും ഗ്രേറ്റാ. അമ്മേ, അത് ശരിക്കും എന്താ ഉണ്ടായെന്ന് വെച്ചാ ഞാൻ പറഞ്ഞോളാം, നീ നിക്ക് നിഹാരിക. അവസാനം മറ്റൊരു കാര്യം കൂടി പറഞ്ഞുവെങ്കിൽ
ഇങ്ങനെ നടക്കുന്നത് ഇതാദ്യമായിട്ടല്ല. 2-3 തവണ ഇതുപോലെ നേരത്തെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്കിൾ. ആഹാ, ഇനി എനിക്ക് ഒരു വിധത്തിൽ ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ആകെ പെടുത്തിയില്ലേ. ചെറുപ്പം മുതലേ എനിക്കിത് ശീലമാണെന്ന് പറഞ്ഞപ്പോ വേണ്ട, കാല് പൊള്ളുന്നു ഞാൻ പറഞ്ഞതാ. നിഹാരിക്ക് അത് ABCDEF എന്നും 1 2 3 4 എന്നും ഒക്കെയാണ് അങ്കിൾ കേട്ടത്. അതും പറഞ്ഞ് എന്നോട് വഴക്കിട്ടത്. വളരെ വലിയ കാര്യം മോളെ. നിനക്കിത്ര ഭക്തിയും ശ്രീകരനോട് സ്നേഹമുള്ളപ്പോ ഞങ്ങൾ വേണ്ടെന്ന് പറയുന്ന എന്തിനാ? നാളെ ശിവരാത്രിയില് ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ നേർച്ച കൊണ്ട് നടത്താം കേട്ടോ. ആയിക്കോട്ടെ അച്ഛാ. ഓരോ വട്ട് അതിലോരോ ആനന്ദം. വന്നേ വന്നേ, നാളെ നേരത്തെ എഴുന്നേക്കണ്ടതാ. നീ എനിക്ക് വേണ്ടി അഗ്നിയിലൂടെ വെരി ഗ്രേറ്റ് നിഹാരിക. നീ ശരിക്കും സൂപ്പറാടോ. ഡൈനിങ് ടേബിളിൽ വെച്ച് കല്യാണക്കാര്യം പറഞ്ഞ് തന്നെ നിഹാരിക പെടുത്തിയത് കൊണ്ടല്ലേ നാളെ ശിവരാത്രിക്ക് താൻ ഇവൾക്ക് പണി കൊടുത്തത്. അപ്പൊ നിഹാരികയുടെ കാര്യത്തിലൊരു തീരുമാനമായി. ബുദ്ധിയും വിവരവും നിനക്കൊരാൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് കരുതരുത്. നാളെ ആ തീയില് നിന്റെ കാല് വെന്തുരുകി ഒരു പരുവാകും. പെടുത്തിക്കളഞ്ഞു, ശരിക്കും പെടുത്തിക്കളഞ്ഞു. ഈ പണി എങ്ങനെയെങ്കിലും അവൾക്ക് തിരിച്ചു കൊടുക്കണം. ടിറ്റ് ഫോർ ടാറ്റ് വേണം. എങ്ങനെ ഒരു മറുപടി കൊടുക്കുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിഹാരിക, അവന് നിന്നെ ദാരുണമായി ലോക്കാക്കിയെന്നും പറഞ്ഞ് വലയിൽ പെട്ടുപോയ മീനിനെ പോലെ നീ കിടന്ന് പിടയ്ക്കുകയാണല്ലേ? അതെ. സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാവാതെ നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലേ? സംശയമുണ്ടോ അതില്? ഇനി എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? അത് മനസ്സിലാകാതെ ഭ്രാന്തെടുക്ക എനിക്ക്. ഈ ഒരു ഒറ്റ തവണ നീ ആ തീയിലൂടെ നടന്നു. അത് വളരെ നല്ലൊരു ഐഡിയ ആയി പോയി. ചെരുപ്പ് ധരിക്കാതെ ബെഡ്റൂമിനുള്ളിൽ പോലും നടക്കാത്ത ആളാ ഞാൻ. എന്നിട്ട് തീയിലൂടെ പോയി നടക്കാൻ എത്ര സിമ്പിൾ ആയിട്ടാ പറഞ്ഞേ. ഇതിനു മുമ്പ് 9 കുടം തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞ അവന് നിന്നെ പെടുത്തിയില്ലേ? അന്ന് ജോലിക്കാരിയെ വെച്ച് ചൂടുവെള്ളം അറേഞ്ച് ചെയ്ത് വളരെ ഇന്റലിജന്റ് ആയി ആ ടാസ്കിൽ നിന്ന് നീ രക്ഷപ്പെട്ടില്ലേ? എന്നിട്ടിപ്പോ ബ്രെയിനില് അങ്ങനത്തെ ചിന്തയൊന്നും തെളിയുന്നില്ലേ? അമ്പലത്തിൽ അത്ര ആൾക്കാരുടെ ഇടയിൽ വെച്ച് അതൊന്നും നടക്കില്ല. പെട്ടുപോയില്ലേ? എന്റെ ക്യാരക്ടർ എല്ലാവർക്കും മനസ്സിലാവും. ഇത്രയും നാള് ഞാൻ കഷ്ടപ്പെട്ടത് എല്ലാം വെള്ളത്തിലാവും. ശ്രീകരേട്ടൻ എന്റെ സ്വന്തം അല്ലാതെ ആവും. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം, അതൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. എന്താ അത്? ആവനെ ഒരു പാഠം പഠിപ്പിക്കാൻ നിന്റെ ക്രിമിനൽ മൈൻഡ് ഒന്ന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. നിന്റെ കോളേജിലും നീ പോയിരുന്ന പബ്ബുകളിലും നിനക്ക് പ്രശ്നമായിരുന്നവരെ നീ എങ്ങനെ ഒതുക്കിയിരുന്നെന്ന് ഒന്ന് ശരിക്കും അങ്ങ് ആലോചിച്ചു നോക്ക്. നീ കാശെടുത്ത് വീശിയ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ആൾക്കാരെ പറ്റി നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഗീവപ്പ് ചെയ്യാൻ നിനക്ക് ഇഷ്ടാവില്ലല്ലോ. വിജയിക്കാൻ വേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്യും. അത് കളിക്കുന്ന ബൊമ്മയാണെങ്കിലും ഉപയോഗിക്കുന്ന വസ്തുവാണെങ്കിലും. അങ്ങനെയുള്ള നീ ഇഷ്ടപ്പെടുന്ന ശ്രീകരന് വേണ്ടി, പ്രേമിക്കുന്ന ശ്രീകരന് വേണ്ടി, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രീകരന് വേണ്ടി പിന്നോട്ട് നടക്കൂ? ഒരിക്കലുമില്ല. നാളെ അമ്പലത്തില് സ്റ്റേജിൽ വെച്ച് നടക്കാൻ പോകുന്ന ഡ്രാമ നിനക്കേത് വിധത്തിൽ ഉപയോഗപ്പെടുമെന്ന് നന്നായിട്ട് ആലോചിച്ചോ.
ഏയ് നീ നിഹാരിയാമ്മേടാ വിളിച്ചോണ്ടിരിക്കുന്നത്. ഒരു പണിയില്ലാതെ ഇരിക്കുമല്ലേ അണ്ണാ, എന്തേലുമൊക്കെ തടയും. ലിഫ്റ്റ് ചെയ്ത് സംസാരിക്കണ്ണാ. നമസ്കാരമുണ്ട് നിഹാരിയ മേഡം. അപ്പൊ നമ്മളെ ഒന്നും മറന്നിട്ടില്ല. എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് കോളേജ് വെച്ചെടുത്തിന്റെ കാലൊടിച്ചതാ.